ഹലോ, നമുക്കൊരു അവക്കാഡോ ടോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പം അവക്കാഡോ ഇതാ ഈ ഒരു കളറിലാകുമ്പോഴത്തേക്കാണ് നമുക്ക് പഴുത്തെന്ന് മനസ്സിലാവുന്നത്. ഇത് പൊട്ടിക്കുന്ന ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. പക്ഷേ എപ്പോഴത്തെയും പോലെ ഗൈസ് അകത്ത് കുറേയൊക്കെ ചീത്തയായി. പക്ഷേ അത്രയും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതല്ലേ, അതുകൊണ്ട് നമ്മൾ കളയാൻ പാടില്ല. ചീത്തയായിട്ടുള്ള കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്കത് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇതെടുക്കുന്നത് എനിക്ക് ഭയങ്കര രസമാണ് എടുക്കാനായിട്ട്. നല്ല രസമാണ്. പക്ഷേ കുറേയൊക്കെ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചീത്തയായ ഭാഗമൊക്കെ നമ്മൾ മാറ്റിയിട്ട് നല്ല ഭാഗമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് പച്ചയ്ക്ക് കഴിക്കാൻ ഒരു കാശിനും കൊള്ളത്തില്ല. ആക്ച്വലി ഒരു ബട്ടറി ടേസ്റ്റാണിത്. പക്ഷേ ഷെയ്ക്ക് അടിക്കാനും അതുപോലെ തന്നെ ഇങ്ങനെ സാൻഡ്വിച്ചായിട്ടൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ അതിനകത്തുള്ളതെല്ലാം കംപ്ലീറ്റ് നമ്മളിതാ ഇതേപോലെ സ്കൂപ്പ് ചെയ്തെടുക്കണം. എഗെയിൻ നമ്മളൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടോ, ഇതേപോലെ തന്നെ ഒരു സ്പൂൺ വെച്ച് സ്മാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഉടഞ്ഞ് കിട്ടും നമുക്ക്. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് ഒനിയൻ അതുപോലെ തന്നെ ടൊമാറ്റോ പിന്നെ ഗ്രീൻ ചില്ലി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഞാനിപ്പം ടൊമാറ്റോയും അതുപോലെ തന്നെ ഒനിയനും മാത്രമേ ഇടുന്നുള്ളൂ. ഒനിയനല്ല, അനിയൻ ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പെപ്പറും അതിൻ്റെ കൂടെ കുറച്ച് സോൾട്ടും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് മതി കേട്ടോ. അതെല്ലാം നമുക്ക് കുനുകുനാന്നിങ്ങനെ അരിഞ്ഞിട്ട് നമുക്കെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. പക്ഷേ ഷെയ്ക്ക് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ടൈം നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. കുരുമുളക് പൊടി ഇട്ടില്ലെങ്കിൽ ടേസ്റ്റ് കാണത്തില്ല. ഇച്ചിരി ചില്ലി ഫ്ലേക്സും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയി. പക്ഷേ അതിവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ കുരുമുളക് പൊടി ഇട്ടു. എന്നിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബട്ടറാക്കിയിട്ടൊന്ന് മുരിച്ചിട്ട് അതിലൂടെ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇതങ്ങോട്ട് നന്നായിട്ട് തേച്ചിട്ട് ഒരു ബ്രെഡും കൂടെ പുറത്ത് വെച്ചിട്ട് കടിച്ച് തിന്നാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം.